واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. ആദമിന്റെ രണ്ടു പുത്രന്മാരുടെ കഥയും യഥാവിധി അവരെ കേൾപ്പിക്കുക. അവരിരുവരും ബലിയർപ്പിച്ചപ്പോൾ ഒരുവന്റെ ബലി സ്വീകരിക്കപ്പെട്ടു, അപരന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. അപരൻ പ്രതിവചിച്ചു, ഭക്തന്മാരുടെ വഴിപാട് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബലി സ്വീകരിക്കപ്പെട്ട പുത്രൻ പറയുന്നതാണിത്: നിന്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനല്ല, നീ തന്നെയാണ്. നിന്നിൽ തഖ്വ ഉണ്ടായിരുന്നില്ല. ഭക്തരിൽ നിന്നേ അല്ലാഹു സൽക്കർമ്മം സ്വീകരിക്കുകയുള്ളൂ. എന്റെ ജീവൻ ഹനിക്കലല്ല അതിന് പരിഹാരം. നിന്നിൽ ദൈവഭക്തി ഉണ്ടാക്കുകയാണ്. لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين. നീ എന്നെ വധിക്കാൻ കരമുയർത്തിയാൽ നിന്നെ വധിക്കാൻ ഞാൻ കരമുയർത്തുന്നതല്ല. ഞാൻ സർവ്വലോകനാഥനായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. എന്നെ നീ വധിക്കാൻ തുനിയുമ്പോൾ ഞാൻ നിന്റെ മുമ്പിൽ പ്രതിരോധമൊന്നും കൂടാതെ കൈയും കെട്ടി ഇരുന്നുകൊള്ളുമെന്നല്ല ഇതിന്റെ താൽപര്യം. മറിച്ച് എന്നെ വധിക്കാൻ നീ വരുന്നുണ്ടെന്ന് അറിവായാൽ പോലും നിന്നെ വധിക്കാനായി ഞാൻ മുതിരുകയില്ലെന്ന് മാത്രമാകുന്നു. എന്നെ കൊലപ്പെടുത്താൻ നീ തുനിയുന്നുവെങ്കിൽ അത് നിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നതല്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി പോലും എനിക്ക് മുമ്പ് എന്റെ സഹോദരനെ വധിക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതാണ്. ഒരുത്തൻ തന്നെ കൊലപ്പെടുത്താൻ തുനിയുമ്പോൾ അക്രമപരമായ ആ ഉദ്യമത്തെ ചെറുക്കാതെ തന്നെത്താൻ ഘാതകന്റെ മുമ്പിൽ ബലിയാവുക എന്നത് സുഹൃതമൊന്നുമല്ല. എന്നാൽ ഒരാൾ തന്നെ വധിക്കാൻ പ്ലാനിട്ട് പിന്നാലെ നടക്കുകയോ അതിനായി പതിയിരിക്കുകയോ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ ആദ്യം അയാളെ വധിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് നന്മ. അക്രമപരമായ നടപടി അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, ഞാൻ അതിന് തുടക്കം കുറിക്കുകയില്ല. ഇതാണ് ആദം പുത്രൻ തന്റെ സഹോദരന്റെ കാര്യത്തിൽ സ്വീകരിച്ച നയം. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എന്റെ പാപവും നിന്റെ പാപവും നീ തന്നെ വഹിക്കേണ്ടി വരുമെന്നും അങ്ങനെ നീ നരകാർഹനായി തീരുമെന്നും ഞാൻ വിചാരിക്കുന്നു. അതാകുന്നു അധർമ്മികൾക്കുള്ള പ്രതിഫലം. അതായത് രണ്ടാൾ അന്യോന്യം വധശ്രമം നടത്തുന്നത് മൂലം ഇരുപേരും പാപികളായി തീരുന്നു. ഇതിനേക്കാൾ ഉത്തമമായി ഞാൻ കരുതുന്നത് ഇരുവരുടെയും പാപം നിന്റെ ഓഹരിയിൽ തന്നെ വരുന്നതാണ്. വധശ്രമത്തിന്റെ പാപവും ആത്മരക്ഷയ്ക്ക് ശ്രമിക്കുമ്പോൾ എന്റെ കൈയാൽ നിനക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങളുടെ പാപവുമാണ് രണ്ടുപേരുടെയും പാപം. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. ഒടുവിൽ അവന്റെ മനസ്സ് സഹോദര ഹത്യയ്ക്ക് വഴങ്ങി. അങ്ങനെ അവൻ അയാളെ വധിച്ചു. നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരുവനായി തീരുകയും ചെയ്തു. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. പിന്നീട് അവന് തന്റെ സഹോദരന്റെ ജഡം മറമാടേണ്ടതെങ്ങനെ എന്ന് കാണിച്ചു കൊടുപ്പാനായി ഭൂമിയിൽ കുഴി തോണ്ടുന്ന ഒരു കാക്കയെ അല്ലാഹു നിയോഗിച്ചു. അതുകണ്ട് അവൻ കേണു, ഹാ കഷ്ടം, എന്റെ സഹോദരന്റെ ജഡം മറമാടുന്നതെങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ ഈ കാക്കയുടെ സാമർഥ്യം പോലും എനിക്കുണ്ടായില്ലല്ലോ. അനന്തരം അവൻ നെടും ഖേദത്തിൽ പതിച്ചു. അള്ളാഹു ഒരു കാക്കയെ അയച്ച് കുറ്റം ചെയ്ത ആദം പുത്രന് തന്റെ ബുദ്ധിശൂന്യതയും വിഡ്ഢിത്തവും ഓർമ്മപ്പെടുത്തി. അങ്ങനെ തന്നെക്കുറിച്ച് ചിന്തിക്കാനൊരവസരം കിട്ടിയപ്പോൾ അയാളിൽ ഖേദം ജനിച്ചു.
തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യാൻ പോംവഴി ആരായുന്നതിൽ താൻ ആ കാക്കയുടെ പിറകിലായല്ലോ എന്നതിൽ മാത്രമായിരുന്നില്ല ഖേദം. സ്വന്തം സഹോദരനെ കൊല ചെയ്തതുകൊണ്ട് താൻ എത്ര വലിയ അവിവേകമാണ് ചെയ്തു പോയതെന്നും അയാൾക്ക് ബോധ്യം വരികയുണ്ടായി. അവൻ നെടും ഖേദത്തിൽ പതിച്ചു എന്ന അന്തിമവാക്യം അതാണ് കുറിക്കുന്നത്. യഹൂദന്മാർ നബി തിരുമേനിയെയും അവിടുത്തെ പ്രമുഖ സ്വഹാബി വര്യരെയും വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് പരോക്ഷമായ ആക്ഷേപവും ഈ സംഭവം ഇവിടെ പ്രതിപാദിച്ചതിലുണ്ട്. ഈ സൂറയിലെ 110-ാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ ഗൂഢാലോചനയെപ്പറ്റി പറയുന്നുണ്ട്. രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള സാദൃശ്യം വ്യക്തമാണ്. അള്ളാഹു നിരക്ഷരരായ അറബി ജനതയ്ക്ക് സ്വീകാര്യത നൽകി. ചിരപുരാതനരായ വേദക്കാരെ തിരസ്കരിക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ദൈവഭക്തി ഉണ്ടായിരുന്നു, മറുഭാഗത്ത് അതുണ്ടായിരുന്നില്ല എന്നത് മാത്രമായിരുന്നു അതിനടിസ്ഥാനം. തിരസ്കൃതരായ ജനത തിരസ്കരണത്തിന്റെ കാരണമെന്തെന്ന് ചിന്തിച്ച് തെറ്റ് തിരുത്തുകയായിരുന്നു വേണ്ടത്. എന്നാൽ അതിനു പകരം മറുപക്ഷത്തിന്റെ നേരെ അസൂയപ്പെടുകയും അവരുടെ നേതാക്കളെ വധിക്കാൻ തുനിയുകയുമാണ് അവർ ചെയ്തത്. അബദ്ധത്തിൽ പെട്ടുപോയ ആദം പുത്രന്റെ അതേ വിഡ്ഢിത്തം ആവർത്തിച്ചുവെന്നർത്ഥം. അത്തരം വിഡ്ഢിത്തപരമായ ചെയ്തികൾ ദൈവത്തിന്റെ അംഗീകാരം നേടിക്കൊടുക്കുകയില്ലെന്നും തങ്ങളെ കൂടുതൽ തിരസ്കൃതരാക്കാനേ ഉപകരിക്കുകയുള്ളൂവെന്നും അവരറിയേണ്ടതായിരുന്നു. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. ഇക്കാരണത്താൽ ഇസ്രായേൽ വംശത്തിന് നാം നിയമം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ജീവന് പകരമായോ ഭൂമിയിൽ നാശം വിതച്ചതിന്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെയാകുന്നു. ഒരുവൻ ആർക്കെങ്കിലും ജീവിതം നൽകിയാൽ മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയുമാകുന്നു. പക്ഷേ തെളിഞ്ഞ മാർഗദർശനവുമായി നമ്മുടെ ദൂതന്മാർ അവർക്കിടയിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നിട്ടും അവരിലധികം ആളുകളും ഭൂമിയിൽ അതിക്രമം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതത്രേ വാസ്തവം. അക്രമിയായ ആദം പുത്രൻ പ്രകടിപ്പിച്ച അതേ ദുഷ്ടതയുടെ ലക്ഷണം ഇസ്രായേൽ പുത്രന്മാരിലും കണ്ടതിനാൽ കൊലപാതകത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കണമെന്ന് അള്ളാഹു അവരെ കഠിനമായി താക്കീത് ചെയ്തു. തന്റെ ഉത്തരവുകളിൽ ഈ കൽപ്പന രേഖപ്പെടുത്തുകയും ചെയ്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ ബൈബിളിൽ ആ അനർഘമായ ദിവ്യവചനങ്ങൾ കാണുന്നില്ല. എന്നാൽ തൽമൂദിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ഇസ്രയേലിന്റെ ഒരു ജീവൻ ഹനിച്ചവൻ ദിവ്യഗ്രന്ഥത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തെ മുഴുവൻ ഹനിച്ചതുപോലെയാണ്. ഇസ്രായേലിന്റെ ഒരു ജീവൻ രക്ഷിച്ചവൻ ദിവ്യഗ്രന്ഥത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തെ മുഴുവൻ രക്ഷിച്ചതുപോലെയുമാണ്. തൽമൂദിൽ തന്നെ വന്നിരിക്കുന്നു: ഇസ്രായേലിയരുടെ ന്യായാധിപൻ കൊലക്കേസുകളിൽ സാക്ഷികളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ഒരാളുടെ ജീവൻ നശിപ്പിക്കുന്നവൻ ലോകത്തുള്ള മനുഷ്യരെയെല്ലാം കൊല ചെയ്ത ശിക്ഷയ്ക്കർഹനാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇതര മനുഷ്യരുടെ ജീവനോട് ബഹുമാനമുണ്ടായിരിക്കണം. ഓരോരുത്തനും അപരന്റെ ജീവിത സുരക്ഷിതത്വത്തിന് സഹായകമായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ലോകത്ത് മനുഷ്യവംശത്തിന് നിലനിൽപ്പുള്ളൂ. ഒരുവന്റെ ജീവൻ അന്യായമായി ഹനിക്കുന്നവൻ കൊല്ലപ്പെട്ടവനോട് അങ്ങേയറ്റം അനീതി ചെയ്യുന്നു. മാത്രവുമല്ല, തന്റെ ഹൃദയം മനുഷ്യജീവിതത്തോടുള്ള ആദരവിൽ നിന്നും മനുഷ്യത്വത്തോടുള്ള അനുഭാവത്തിൽ നിന്നും ശൂന്യമാണെന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നു. അതിനാൽ അവൻ മനുഷ്യരാശിയുടെ തന്നെ ശത്രുവാണ്. എന്തെന്നാൽ അവന്റെ ഈ ദുർഗുണം മറ്റു മനുഷ്യരിലേക്കും പകരുന്ന പക്ഷം മനുഷ്യ സമുദായം എന്നേക്കുമായി അവസാനിച്ചു പോകും. എന്നാൽ മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്നവനാകട്ടെ മനുഷ്യരാശിയുടെ മിത്രമാണ്. കാരണം മാനവകുലത്തിന്റെ നിലനിൽപ്പിനാധാരമായ സദ്ഗുണമാണത്. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض
ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ അധർമ്മം വളർത്തുന്നതിന് യത്നിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വധിക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ കൈകാലുകൾ വിപരീതമായി ഛേദിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ആകുന്നു. ഇത് അവർക്ക് ഇഹത്തിൽ ഏർപ്പെടുത്തുന്ന അപമാനമാകുന്നു. പരലോകത്തിലോ ഇതേക്കാൾ ഭയങ്കരമായ ശിക്ഷയാണവർക്കുള്ളത്. ഈ സൂക്തത്തിൽ ഭൂമി എന്ന് പറഞ്ഞത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇസ്ലാമിക ഭരണകൂടത്തിൽ അർപ്പിതമായിരിക്കുന്ന ഭൂപ്രദേശത്തെക്കുറിച്ചാണ്. അവിടെ സ്ഥാപിതമായ ഉത്തമ വ്യവസ്ഥയ്ക്കെതിരായ യുദ്ധമാണ് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള യുദ്ധം. ഭൂമിയിൽ ഒരു ഉത്തമ വ്യവസ്ഥ സ്ഥാപിതമാകണമെന്നാണ് അള്ളാഹുവിന്റെ താൽപര്യം. അതേ ആവശ്യാർത്ഥമാണ് അവൻ പ്രവാചകരെ നിയോഗിച്ചയച്ചതും. അവിടെ മനുഷ്യനും ജന്തുക്കൾക്കും വൃക്ഷലതാദികൾക്കും എന്ന് വേണ്ട ഭൂമുഖത്തുള്ള സകലതിനും ശാന്തി ലഭിക്കണം. മനുഷ്യത്വം അതിന്റെ നൈസർഗികമായ സമ്പൂർണത പ്രാപിക്കുമാറാകണം. അവിടെ ഭൂമുഖത്തുള്ള വിഭവങ്ങളും പദാർത്ഥങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് പുരോഗതിക്ക് ഉതകുന്ന വിധത്തിലാവണം, വിനാശത്തിനാവരുത്. ഇങ്ങനെയുള്ള ഒരു ഉത്തമ വ്യവസ്ഥ ഭൂമുഖത്തെവിടെയെങ്കിലും സ്ഥാപിതമായാൽ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തോടും ദൈവദൂതനോടുമുള്ള യുദ്ധം തന്നെയാണ്. അത് കൊലയും കൊള്ളയും കൊള്ളിവെപ്പും കവർച്ചയും നടത്തിക്കൊണ്ട് ചെറിയ തോതിലുള്ള അട്ടിമറിയായാലും കൊള്ളാം. ആ വ്യവസ്ഥ മാറ്റി തൽസ്ഥാനത്ത് മറ്റൊരു ദുഷ്ടവ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി വൻതോതിലുള്ള അട്ടിമറിയായാലും കൊള്ളാം. ഈ ശിക്ഷാ നടപടികൾ മൊത്തത്തിലാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ജഡ്ജിക്ക് അല്ലെങ്കിൽ അതത് കാലത്തെ ഖലീഫയ്ക്ക് ഓരോ കുറ്റക്കാരനും കുറ്റത്തിന്റെ സ്വഭാവമനുസരിച്ച് യുക്തം പോലെ ശിക്ഷ നൽകാവുന്നതാണ്. ഒരു വ്യക്തി ഇസ്ലാമിക രാഷ്ട്രത്തിനുള്ളിൽ താമസിച്ച് ഇസ്ലാമിക വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഹീനമായ കുറ്റമാണ്. മേൽപ്പറഞ്ഞ കഠിന ശിക്ഷകളിൽ ഏതും അവന് നൽകാം. ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥ ഉദ്ദേശ്യം. وَاتْلُ عَلَيْهِمْ نَبَأَ ابْنَيْ آدَمَ بِالْحَقِّ